ബീറ്റ് ആൻഡ് ബീപോപ്പ് എന്ന ഷോയൊക്കെ നല്ല രീതിക്ക് മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഒരു പ്രശ്നമുണ്ടായത്. അതിന്റെ ഡയറക്ടർ സൺവുവിനെ ആ ഒരു ഷോയിൽ നിന്ന് നീക്കം ചെയ്തു. അതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്ന അമ്മയും ഡയറക്ടറിന്റെ അടുത്ത് വന്നിട്ട് എന്തുകൊണ്ടാണ് തന്റെ മകനെ ഷോയിൽ നിന്ന് നീക്കം ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഡയറക്ടറും സൺവുവും തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസം മാത്രമാണ് ഷോയിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയിരിക്കെ ഇപ്പോൾ സൺവു ഒരുപാട് വളർന്നിരിക്കുകയാണ്. അവർ തമ്മിൽ ഒരു വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് പ്രേക്ഷകർക്ക് അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നില്ല. ഞങ്ങൾക്കും അവനെ ഷോയിൽ നിന്നും നീക്കം ചെയ്യാതെ മറ്റു മാർഗങ്ങളില്ല എന്ന രീതിക്കായിരുന്നു ഡയറക്ടർ പറഞ്ഞത്. ഇന്നു മുതൽ നീ കുട്ടിയായിട്ട് തന്നെ ഇരിക്കണം. എല്ലാവർക്കും നിന്നെ കുട്ടിയായിട്ട് കാണുവാനായിട്ടാണ് താല്പര്യം. നീ വളരുവാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു സൺവുവിന്റെ അടുത്ത് അമ്മ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അമ്മയും പല പല ആൾക്കാരായിട്ട് മാറി മാറി കണ്ടു. അവരെല്ലാവരും തന്നെ സണുവിന് അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതുപോലെ അവസരമൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് ഒരുപാട് പണം കൊടുക്കുവാനായിട്ട് പോലും അമ്മ തയ്യാറായിരുന്നു. അങ്ങനെയിരിക്കെ അമ്മയ്ക്ക് കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം തന്നെ നഷ്ടപ്പെടുകയും ഒരുപാട് കടബാധ്യതയൊക്കെ വരികയും ചെയ്തു. നീ പെട്ടെന്ന് വളർന്നു പോയത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം തന്നെ സംഭവിച്ചതെന്ന് അമ്മ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും അതായിരുന്നില്ല കാരണം. അമ്മ കണ്ണുമടച്ച് ആൾക്കാരെ വിശ്വസിക്കുവാനായിട്ട് തുടങ്ങി. അതുകൊണ്ടല്ലേ എനിക്ക് അവസരം തരാമെന്ന് പറഞ്ഞ എല്ലാവരെയും വിശ്വസിച്ച് അവർക്കൊക്കെ അമ്മ പണം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പണമൊന്നും കൊടുക്കാതിരിക്കുകയായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും കടബാധ്യത ഒന്നും തന്നെ വരികയില്ലായിരുന്നു എന്ന് സൺവുവും അമ്മേനെ അറിയിക്കുന്നു. അതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന അമ്മയും പെട്ടെന്ന് ദേഷ്യത്തിൽ അവനെ തല്ലി പോവുകയാണ്. പക്ഷെ തല്ലിയതിൽ കുറ്റബോധം തോന്നിയിട്ടുണ്ടായിരുന്ന അമ്മയും നീ വിഷമിക്കേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല. നിന്റെ അച്ഛൻ നമ്മുടെ കയ്യിൽ നിന്നും പണം തട്ടിച്ച ആളെയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പോയിട്ടുണ്ട്. സോ അച്ഛനെ ഉടനെ തന്നെ നമ്മളുടെ പണം എല്ലാം തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. എങ്കിൽ പോലും താൻ കുട്ടിയായിട്ടിരിക്കുകയായിരുന്നെങ്കിൽ തന്റെ ഫാമിലിക്ക് ഇങ്ങനെ ഒന്നും തന്നെ സംഭവിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സണവും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആ ഒരു സംഭവത്തിന് ശേഷമായിരുന്നു കടബാധ്യതകൾ കൂടിയത് കൊണ്ട് തന്നെ മറ്റു നിവർത്തികളൊന്നുമില്ലാതെ സണുവിന്റെ അമ്മയും ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടക്കൊക്കെ നടക്കുന്നിടത്ത് സണു തനിച്ച് നിൽക്കുമ്പോഴത്തേക്കും തനിക്ക് എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യേണ്ടതെന്ന് അറിയുകയില്ല എന്നും ആരെങ്കിലും ഒരാള് കട്ടൊക്കെ പറയുകയായിരുന്നെങ്കിൽ തനിക്കും ഹാപ്പി ആയിട്ടൊക്കെ അഭിനയിക്കാമായിരുന്നു എന്നും അവനും ഓർത്തു പോകുന്നു. ഇപ്പോൾ ജയൂണിനെ ബോസ് വിളിപ്പിച്ചിരിക്കുകയാണ്. ആർട്ടിക്കിൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ബോസായിട്ട് ഇടപെട്ടിട്ട് ആ ഒരു ആർട്ടിക്കിൾ എല്ലാം തന്നെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. സോ പേടിക്കുവാനായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നും ഷൂട്ടിങ്ങുമായിട്ട് കണ്ടിന്യൂ ചെയ്തോളുവാനും ബോസും ജയൂണിന്റെ അടുത്തായിട്ട് പറയുന്നു. ജയൂണും ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. നിലവിൽ സൺവു ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും വേഗം സൺവുമായിട്ട് ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്യിക്കണം. ഏതെങ്കിലും കാരണവശാൽ സൺവു അഭിനയിക്കുവാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് നിർത്തി പോവുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക എന്ന് ബോസും ജയുണിനെ അറിയിക്കുകയാണ്. നിലവിൽ സണുവിനെ കുറിച്ച് ആർട്ടിക്കിളും മറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഡോക്യുമെന്ററി ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് സണുവിനെ ഫേസ് ചെയ്യുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺട്രാക്ട് സൈൻ ചെയ്യിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പണിയും ഇപ്പോൾ ജയൂണിനാണ് അവർ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ജയൂണും കോൺട്രാക്ട് സൈൻ ചെയ്യിക്കുവാനായിട്ട് അവന്റെ ഷോപ്പിൽ എത്തുമ്പോഴത്തേക്കും അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവിടെ വെച്ചിട്ട് അവനെ കാണുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന അച്ഛനെ ജയൂണും കാണുകയാണ്. അച്ഛനും താൻ സണുവിന്റെ അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട് ജയുവിന്റെ അടുത്ത് പരിചയപ്പെടുത്തുമ്പോഴത്തേക്കും ജയുണും ഇപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്യുമെന്ററി ഞാൻ കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് അച്ഛന്റെ അടുത്തും പരിചയപ്പെടുത്തുകയാണ്. കഴിക്കുവാനായിട്ട് കിംചിയൊക്കെ ആയിട്ടായിരുന്നു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ചെയ്യണം താൻ ഇപ്പോൾ തന്നെ കടയൊക്കെ അടച്ചു പോകുന്നതായിരിക്കുമെന്ന് പറഞ്ഞു അച്ഛനെ ഒട്ടും തന്നെ മൈൻഡ് ചെയ്യാതെ അച്ഛനെ കൊണ്ടുവന്ന ഫുഡ് പോലും മേടിക്കാതെയായിരുന്നു അകത്തോട്ട് കയറി പോന്നിട്ടുണ്ടായിരുന്നത്. നിന്നെക്കുറിച്ചൊരു ആർട്ടിക്കിളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. സിഒ ആ ഒരു ആർട്ടിക്കിൾ എല്ലാം തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. സാധാരണഗതിക്ക് സിഒ ആരുടെയും കാര്യത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ നീ അവളുടെ അടുത്ത് നന്ദി പറയേണ്ടതായിട്ടുണ്ട് എന്ന് സണുവിന്റെ അടുത്തായിട്ടും ജയൂൺ അറിയിക്കുകയാണ്. അതിനുശേഷം ചെയ്യണം താൻ വന്നത് ഈ ഒരു കോൺട്രാക്റ്റിലൊക്കെ സൈൻ ചെയ്യിക്കുവാനാണെന്ന് അവനോട് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇനി എന്ത് കാര്യമുണ്ടെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വന്നാൽ മതി. അതല്ലാതെ നീ വളച്ചു കെട്ടി ഓരോന്നൊക്കെ എന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് ജയോന്റെ അടുത്തായിട്ട് അവനും അറിയിക്കുന്നു. സോ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും ഷൂട്ടിംഗ് നടക്കുകയാണ്. സൺവു ഇതുപോലെ ഷൂട്ടിംഗ് നടത്തുന്ന കാര്യം ഒന്നും തന്നെ നൂറെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ നൂറ് ഷോപ്പിന്റെ മുമ്പിൽ വരുമ്പോഴത്തേക്കും ഒരുപാട് ക്യാമറാസും മറ്റും കണ്ടിട്ടുണ്ടായിരുന്ന അവളും സൺവുവിന്റെ അടുത്ത് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. നീ ശരിക്കും പണത്തിന് വേണ്ടിയല്ലേ ഇങ്ങനെ അഭിനയിക്കുവാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്? അതല്ലാതെ നമ്മുടെ ഷോപ്പിനോ നമുക്കോ ഇതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണവും ഉണ്ടാകുവാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ നൂറ് പറയുമ്പോഴത്തേക്കും അവനും ഞാൻ കുട്ടിയായിരുന്നപ്പോഴത്തെയും ഇപ്പോഴത്തെയും വീഡിയോസും മറ്റുമൊക്കെ അതിൽ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ കൂടുതൽ ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നതായിരിക്കുമെന്ന് സൺവോ പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ തന്നെ നിനക്ക് ഷോപ്പുമായി ബന്ധപ്പെട്ട് എപ്പോഴും പുറത്തു പോകേണ്ടതായിട്ട് വരും. അങ്ങനെയിരിക്കെ നിനക്കൊരു ഫെയിമൊക്കെ കിട്ടുകയാണെങ്കിൽ ആൾക്കാർ നിന്നെ തിരിച്ചറിയും. നിനക്ക് ഈ ഫ്ലവർ ഷോപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. നിനക്ക് പുറത്തു പോലും ഇറങ്ങി നടക്കുവാനായിട്ട് കഴിയുകയില്ല എന്നെല്ലാം തന്നെ നൂറയും സണുവിനെ അറിയിക്കുന്നു. ഈ ഒരു സമയത്ത് അവിടെ എത്തുന്ന ജയൂണും നൂറിനെ പരിചയപ്പെടുകയാണ്. നീ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാനും നിനക്ക് ബുക്സ് ഒക്കെ വായിച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്ന് ജയൂൺ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നൂറിയും അവളെ തിരിച്ചറിയുന്നു. കൂടാതെ തനിക്ക്
ജയുനെ ഇഷ്ടമാണ് എന്ന് പണ്ട് സണു പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് കൂടി നൂറി ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ നൂറിയും ഷൂട്ടിംഗ് ഒക്കെ നടത്തുന്നതിൽ തനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഹാപ്പി ആയിട്ടൊക്കെ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് സണു വീട്ടിലെത്തിയതിനു ശേഷം സണുവിന്റെ പഴയ വീഡിയോസ് ഒക്കെ നൂറിക്കും കാണിച്ചു കൊടുക്കുന്നു. നൂറിയും അതൊക്കെ കണ്ട് ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. കൂടാതെ ജയുന്റെ കൂടെയാണല്ലോ ഷൂട്ടിങ്ങും മറ്റുമൊക്കെ ചെയ്യുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവളെ മിസ്സാക്കി. ഇപ്പോഴെങ്കിലും അവളെ മിസ്സാക്കാതെ അങ്ങ് കെട്ടിക്കോ എന്ന രീതിക്കാണ് നൂറ് സംസാരിക്കുന്നത്. ടേറിനും തന്റെ ഹോബി ആയിട്ടുണ്ടായിരുന്ന സ്വിമ്മിങ് ചെയ്യുകയാണ്. അതിനുശേഷം ജയോനെ കോൾ ചെയ്തിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ സണുവിനെ കോൾ ചെയ്യുന്നു. മാത്രമല്ല ഇപ്പോൾ സണുവിന്റെ കൂടെ ഒന്നിച്ചു വന്ന് കോഫിയൊക്കെ കുടിക്കുവാനായിട്ടാണ് തനിക്ക് താല്പര്യമെന്ന് അവളും പറയുന്നുണ്ട്. പക്ഷെ സണുവും താൻ ഒരുപാട് ബിസി ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ കേൾക്കുവാനായിട്ട് അവളും കൂട്ടാക്കുന്നില്ല. സണുവിന്റെ ഷോപ്പും തപ്പി ടയറിൻ നടന്നു വരുമ്പോഴത്തേക്കും രണ്ടുപേര് ടയറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് ഒരു വഴിയൊക്കെ പറഞ്ഞു തരാമോ എന്ന രീതിക്ക് അവർ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് തന്നെ വഴിതെറ്റി നിൽക്കുകയാണെന്നുള്ള രീതിക്കായിരുന്നു ടയറിനും സംസാരിച്ചത്. സോ അവൾക്ക് നിലവിലുള്ള സ്ഥലത്തെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ധാരണയും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവരും കൂടുതലായിട്ട് അവളോട് സംസാരിക്കുവാനായിട്ടും ചെല്ലുന്നു. അവരും എന്തോ രീതിക്കുള്ള ഒരു തട്ടിപ്പുകാരൊക്കെയാണ്. പക്ഷെ ടയറിന് അതൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. അങ്ങനെയിരിക്കെ ടയറിന് അവരുമായിട്ട് സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കും അവിടേക്ക് സൊക്ചു കൂടി എത്തുകയാണ്. പെട്ടെന്ന് സൊക്ചുവിനെ കണ്ട ആ ഒരു ഞെട്ടലിൽ ടയറിന് വീഴുവാനായിട്ട് തുടങ്ങുന്നു. അവൾ സണുവിനും അവൾക്കും വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്ന കോഫിയും ഇപ്പോൾ നിലത്ത് വീണ് പോകുന്നു. എന്തായാലും സോക്ചും തന്റെ വൈഫാണ് ഇതേന്ന രീതിക്കായിരുന്നു അവളുടെ അടുത്ത് മിണ്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്കാമേഴ്സും അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ സോക്ചും അതുപോലെ തന്നെ ടേറിനും ഒന്നിച്ച് നടന്നു വരികയാണ്. സോക്ചു ഒരുപാട് കാര്യങ്ങൾ ടേറിനോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അങ്ങനെ അധികം മറുപടികൾ ഒന്നും തന്നെ പറയുന്ന കൂട്ടത്തിലായിരുന്നില്ല. കൂടാതെ അവളെ വൈഫ് എന്ന രീതിക്കായിരുന്നല്ലോ അവൻ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് അങ്ങനത്തെ രീതിക്ക് സംസാരിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു എന്നാണ് അവളും പറയുന്നത്. സണുവിന്റെ ഷോപ്പൊക്കെ ലക്ഷ്യമാക്കിയിട്ടായിരുന്നു യഥാർത്ഥത്തിൽ സോക്ചു നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഷോപ്പിന്റെ മുമ്പിൽ എത്തി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇവിടം വരെ ഉള്ളൂ. ഇനിയും നീ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ സൂക്ഷിച്ചു മാത്രം പോവുക. പരിചയമുള്ള ഒരാളെ മാത്രം കൂടെ കൂട്ടുക. ഇല്ലെങ്കിൽ നീ ഒരിക്കലും സേഫ് ആയിട്ട് വീട്ടിൽ ചെല്ലുകയില്ല എന്നുള്ള രീതിക്കായിരുന്നു അവനും അവളോട് പറഞ്ഞത്. കൂടാതെ അവളും സൺഗ്ലാസസ് ഒക്കെ എടുത്തിട്ട് തലയിൽ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അവനും അതെടുത്ത് കണ്ണിൽ തന്നെ വെക്കുന്നു. ഈ ഒരു സമയത്ത് ഷോപ്പിൽ നിന്നും ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്ന സണുവും നിങ്ങൾ എന്റെ ഷോപ്പിന്റെ എൻട്രൻസിന് തടസ്സമായിട്ടാണ് നിൽക്കുന്നതെന്ന് അവരോട് പറയുമ്പോഴത്തേക്കും സോക്ചുവിനെയും സണുവിനെയും തള്ളി മാറ്റിയതിനു ശേഷം നിങ്ങളാണ് തടസ്സമായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞ് സ്വന്തം ഷോപ്പ് പോലെയൊക്കെ ടേറിനും അതിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പോഴായിരുന്നു സോക്ചുവും ടേറിനും സോക്ചുവും ഒരേ ഷോപ്പിലേക്ക് പോകുവാനായിട്ടായിരുന്നു പ്ലാൻ ചെയ്തതെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. സ്ട്രേഞ്ചേഴ്സിന് മുമ്പിൽ വെച്ചിട്ട് സോക്ചു ടേറിനെ ഹണി എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. സാധാരണഗതിക്ക് ഹസ്ബൻഡ് വൈഫിനെയാണ് അങ്ങനെ വിളിക്കാറുള്ളത്. അതല്ല എങ്കിൽ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ആകണം. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒന്നും തന്നെ അല്ലല്ലോ. അത് കൂടാതെ ഇനിയിപ്പോൾ ഫ്രണ്ട് എന്ന രീതിക്കായിരിക്കും അവന് വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങൾ ഒന്നിച്ചിരുന്നൊരു ഡ്രിങ്ക്സ് പോലും കുടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഹണി എന്ന് വിളിക്കുവാൻ മാത്രമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അതിന്റെ ഇടയ്ക്ക് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു ടെറിൻ ആലോചിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നതും. അങ്ങനെയിരിക്കെ സോക്ചുവും ഇപ്പോൾ അവർക്ക് കുടിക്കുവാനുള്ള ഡ്രിങ്ക്സും മേടിച്ചുകൊണ്ട് വരുന്നു.